എല്ലാവർക്കും ശ്രീനാരായണ ജയന്തി ദിന ആശംസകൾ. മറ്റൊരു ജയന്തി കൂടി കടന്നു വരുമ്പോൾ കേരളീയ സമൂഹവും ഭാരതീയ സമൂഹവും ലോകം ആകെയും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകുകയാണ്. ഈ അവസരത്തിൽ വളരെ പ്രബലമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശ്രീനാരായണൻ ആര്? ശ്രീനാരായണൻ ഒരു യോഗീവര്യനായിരുന്നു. ശ്രീനാരായണൻ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസമായിരുന്നു. ശ്രീനാരായണൻ യുഗപുരുഷനായിരുന്നു. അങ്ങനെ പല ഉത്തരങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ശ്രീനാരായണൻ ആരാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സങ്കല്പത്തിൻ്റെ പിറകിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? പല മതസാരവും ഏകമാം എന്ന ദർശനത്തിൽ കഴമ്പുണ്ടോ എന്നൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവനെ പലരും ശാസ്ത്രത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ യുഗപുരുഷനായി കാണുമ്പോൾ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ സ്വാധീനിച്ച ഘടകം ഏതാണ്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ സ്വാധീനിച്ച ഘടകം ഭാരതീയ ഹൈന്ദവ ദർശനം തന്നെയാണ്. എന്താണ് ഭാരതീയ ഹൈന്ദവ ദർശനം? അത് പഞ്ചതത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. തത്വമസി, ആത്മവ സർവഭൂതേഷു, പ്രജ്ഞാനാം ബ്രഹ്മ, ആത്മവർ സർവഭൂതേഷു, ഈശാവാസം ഇതം സർവം. അങ്ങനെ ഭാരതീയ ദർശനങ്ങൾ ഏകമായ ഈശ്വര സത്തയെ കണ്ടറിയുവാൻ നമ്മുടെ യോഗിമാര് നടത്തിയ നിരന്തരമായ അന്വേഷണത്തിൻ്റെ ബാക്കി പത്രമാണ്. യഥാർത്ഥത്തിൽ ഭാരതീയ ദർശനത്തിൻ്റെ പിതാവ് വേദവ്യാസനാണ്. വിദ് എന്ന ധാതുവിൽ നിന്നാണ് വേദമുണ്ടായത്. വിദ്, അറിയുക, ഈശ്വരനെ പറ്റി അറിയുക, ഈശ്വരനെ പറ്റി അറിയിക്കുന്ന ശാസ്ത്രം വേദം. ഉപനിഷേധി ഇതി ഉപനിഷദഃ. മുകളിൽ ഇരിക്കുന്ന ഗുരുനാഥൻ താഴെ ഇരിക്കുന്ന ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യ ഇതി ഉച്യതേ, അതാണ് ഉപനിഷത്ത്. അപ്പം ഭാരതീയ ദർശനങ്ങളുടെ കാതലായ വേദങ്ങൾ രചിച്ചത് മുക്കുവകന്യകയായ സത്യവതിയിലെ പരാശര മഹർഷിക്ക് ഉണ്ടായ വേദവ്യാസൻ അഥവാ കൃഷ്ണദ്വൈപായനൻ എന്ന പുത്രനാണ്. ഇവിടെ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സവർണാധിഷ്ഠിതമായ ഒരു സങ്കല്പമായിരുന്നു ഭാരതത്തിൻ്റെത് എന്ന് പൂർണ്ണമായും തിരസ്കരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അഗസ്ത്യനും വ്യാസനും പരാശരനും എല്ലാം ഉൾപ്പെടുന്ന ആദിമ ദ്രവീഡിയൻ ഗോത്രത്തിൻ്റെ, ആദിമ ഭാരതീയ ഗോത്രത്തിൻ്റെ സൃഷ്ടി തന്നെയായിരുന്നു വേദം. പിന്നീട് ബ്രാഹ്മണീകൃതമായ ഒരു സാമൂഹിക അവസ്ഥ നിലനിന്നപ്പോൾ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ അത്തരത്തിലേക്ക് പോയി എന്നുള്ളതാണ് പരമമായ സത്യം. ഗുരുദേവന്റെ ക്രാന്തദർശിത്വം ഇത് തിരിച്ചറിഞ്ഞു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സത്യങ്ങളും ഒന്ന് തന്നെയാണ്. അല്ലയോ കുന്തിപുത്രനായ അർജുന, ആത്മവ സർവഭൂതേഷു, ഞാൻ തന്നെയാണ് സകല ഭൂതങ്ങളിലുമുള്ളത്. തത്വമസി, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഞാൻ തന്നെയാകുന്നു. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മതത്വമാകുന്നു. പല മതങ്ങളുടെയും സാരം ഈ സമഷ്ടിയുടെ ഉണ്മയാണ്. ആ സമഷ്ടിയുടെ ഉണ്മ ഏകമാണ്. ഏകമായ ആ സമഷ്ടിയുടെ ഉണ്മയെ വ്യക്തിനിഷ്ഠമായ ഉണ്മയാക്കി പരിണമിപ്പിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഞാൻ തന്നെയാണ്, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഞാൻ തന്നെയാണ് എന്ന മഹത്തായ ഒരു ദർശനത്തിലേക്ക് ഹൈന്ദവ മതം എത്തിച്ചേരുന്നു. അത് ബ്രാഹ്മണീകൃതമായതിൻ്റെ ദൂഷ്യവശങ്ങളായിരുന്നു ജാതി മത ചിന്തകൾ എന്ന് ഗുരുദേവൻ മനസ്സിലാക്കുകയും ആ ജാതിമത ചിന്തകളെ
എതിരിടുവാനായിട്ട് ഏറ്റവും നല്ല ഉപാധി ഹൈന്ദവ വൈദിക ദർശനത്തിന്റെയും ഹിന്ദുമത സാരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭാരതീയതയെ ചിന്തിപ്പിക്കുകയാണെന്ന് ഗുരുദേവൻ മനസ്സിലാക്കി. അതുകൊണ്ട് പാറശാല മുതൽ ഗോകർണം വരെ കാൽനടയായി നടന്ന് അദ്വൈതാശ്രമങ്ങൾ സ്ഥാപിച്ച മറ്റൊരു ശങ്കരനായിരുന്നു യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ഹൈന്ദവ മതത്തിൽ നിന്നും തെന്നി മാറാതെ ഹൈന്ദവ മതത്തിലെ വിശ്വമാനവികതയെ താൻ ഉൾപ്പെട്ട സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ആ വിശ്വമാനവിക ദർശനം എല്ലാ മനുഷ്യർക്കും എല്ലാ മതങ്ങൾക്കും ഒന്നു തന്നെയാണെന്ന് ഗുരുദേവൻ പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഇവിടെ വിദ്യ എന്ന വാക്കിന്റെ ഉദ്ദേശം ആത്മവിദ്യ എന്ന് തന്നെയാണ്. ഗുരുദേവന്റെ പ്രശസ്തമായ കുണ്ടലിനി ഈ പാട്ട്, ഗുരുദേവന്റെ പ്രശസ്തമായ ദാർശനിക ദർശനമാല തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഈ ഭാരതീയ ദർശനത്തിന്റെ അടിവേരുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗുരുദേവൻ ഒരു ഗ്ലോബലൈസ്ഡ് പേഴ്സണാലിറ്റി ആയിരുന്നു. ഗുരുദേവൻ മാനവ ശക്തിയുടെ ഉത്തിഷ്ഠത ജാഗ്രത എന്ന് വിവേകാനന്ദൻ പറഞ്ഞതുപോലെ എല്ലാവരും ഉയരുക, എഴുന്നേൽക്കുക, എല്ലാം വിടർന്ന് പരിമളം തൂവട്ടെ, എല്ലാം ചിതറട്ടെ വർണ്ണശോഭ, തമ്മിൽ കലർന്നാൽ ഗുണമേറും പൂക്കളെ സമ്മേളിപ്പിൻ സമയമായി എന്ന് കുമാരനാശാൻ ദുരവസ്ഥയിൽ പാടിയത് യഥാർത്ഥത്തിൽ ഗുരുദേവ ദർശനം തന്നെയായിരുന്നു. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും ഈശ്വരീയമായ സത്ത ഒന്നു തന്നെയാണെന്ന് വിശ്വസിച്ചു. ആ സത്തയെ കണ്ടറിയണമെങ്കിൽ വിദ്യയുടെ ആത്മവിദ്യയുടെ ബഹിർസ്ഫുരണം ഓരോ വ്യക്തിയിലും ഉണ്ടാവണം. അങ്ങനെ കുണ്ടലിനി പാട്ടിലൂടെ, ദർശനമാലയിലൂടെ, ദൈവശതകത്തിലൂടെ, ആത്മോപദേശ ശതകത്തിലൂടെ തൻ്റെ ആത്മാവിനെ കണ്ടറിയുവാനും ആ ആത്മീയ ചൈതന്യം സമഷ്ടിയുടെ മുഴുവൻ വശങ്ങളിലും കേന്ദ്രീകരിക്കുവാനും ഗുരുദേവൻ നടത്തിയത് കൊണ്ടാണ് ഗുരുദേവൻ യുഗപുരുഷനായി മാറിയത്. ആരാണ് യുഗപുരുഷൻ? തനിക്ക് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലെ തെറ്റായ പ്രവണതകളെ മാറ്റിമറിക്കുന്നവൻ ആരോ അവനാണ് യഥാർത്ഥ യുഗപുരുഷൻ. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഒരു യുഗപുരുഷനായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്ത് വാക്ശുദ്ധി, മനോശുദ്ധി, ശരീരശുദ്ധി, അങ്ങനെ പഞ്ചശുദ്ധികളിൽ ഗുരുദേവൻ വിശ്വസിച്ചിരുന്നു. ക്ഷേത്രാരാധനയിൽ ഗുരുദേവൻ വിശ്വസിച്ചിരുന്നു. തന്റെ അദ്വൈതാശ്രമങ്ങളിലൂടെ ഭാവി തലമുറയ്ക്ക് ക്ഷേത്ര ചൈതന്യ രഹസ്യം പകർന്നു കൊടുക്കുവാനും അവരെ ശാന്തി താന്ത്രിക വിദ്യകൾ പഠിപ്പിക്കുവാനും വേണമെന്ന് ഗുരുദേവൻ ആഗ്രഹിച്ചിരുന്നു. ദം ശരീരം കൗന്ദേയ ക്ഷേത്രമീത്യഭിധീയതേ ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. അല്ലയോ കുന്തിപുത്രനായ അർജുന, ഈ കാണുന്ന മനുഷ്യ ശരീരം തന്നെയാണ് ക്ഷേത്രങ്ങളിൽ ഉള്ളത്. ക്ഷേത്രങ്ങളിൽ ഉള്ള ഈശ്വരൻ ശരീരത്തിലുള്ള ദൈവരൂപം തന്നെയാണ് എന്ന് അടിയുറച്ചു വിശ്വസിച്ച ഗുരുദേവൻ അതുകൊണ്ടാണ് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുവാൻ തയ്യാറായത്. ശിവനെ ഒരു കേന്ദ്രഭാവമായി തെരഞ്ഞെടുക്കുന്നതിൽ പോലും ഗുരുദേവൻ ശ്രദ്ധിച്ചിരുന്നു. ആദിമ ദ്രവീഡിയൻ സംസ്കാരത്തിന്റെ പ്രതിനിധിയാണ് ശിവൻ എന്ന് മാത്രമല്ല, ശിവൻ ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ എക്കോസിസ്റ്റം. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും പൂർണ്ണത ഉൾക്കൊള്ളുന്ന ദൈവിക ഭാവമാണ് യഥാർത്ഥത്തിൽ മഹാദേവൻ അഥവാ ശിവൻ. അതുകൊണ്ട് ശിവനെ തന്റെ പ്രതിപുരുഷനായി തെരഞ്ഞെടുത്തുകൊണ്ട് കേരള അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തുവാനും പഞ്ചശുദ്ധിയെ അടിസ്ഥാന പ്രമാണമാക്കി താന്ത്രിക വിദ്യകൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് പകരുവാനും ഗുരുദേവൻ ശ്രമിച്ചു. അതുകൊണ്ട് ഗുരുദേവനെ കേവലം ഒരു ക്ഷേത്രത്തിന്റെ 4 അതിരുകളിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ഒരു വ്യക്തിയാണ് ഗുരുദേവൻ എന്ന ധാരണ തെറ്റാണ്. വിശ്വമാനവികതയുടെ, ആഗോളീകൃതമായ സമ്പദ് വ്യവസ്ഥയുടെ, ആഗോളീകൃതമായ വിദ്യാഭ്യാസ സംസ്കൃതിയുടെ, ആഗോളീകൃതമായ ശാസ്ത്ര ദർശനത്തിന്റെ ഒക്കെ ആകെ പ്രതിനിധിയാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവനെ നമ്മളുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു ദൈവിക അവതാരമായി തന്നെ കാണുന്നതിൽ തെറ്റില്ല. അതുകൊണ്ടാണ് രവീന്ദ്രനാഥ ടാഗോർ ഈ പ്രപഞ്ചത്തിൽ താൻ കണ്ട ഏറ്റവും സമുജ്വലനായ സന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പ്രകീർത്തിച്ചത്. നന്ദി, നമസ്കാരം.